സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്ക് പേസ്റ്റൽ ടോണിൽ വരുന്ന 4 സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ ടോണാണ്. ബീനെക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിൽ ഓർഗൻസ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ബോട്ടം ആയിട്ട് കൊടുത്തിട്ട് ക്രോഷ്യോ ലേസും കൂടെ ചെയ്തിട്ടുണ്ട്. ബോട്ടം നമുക്ക് കോട്ടൺ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ട, സൈഡിൽ സെയിം ആ ഓർഗൻസ ഫാബ്രിക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ടോണിലേക്കാണ് വന്നേക്കുന്നത്. ഓഫ് വൈറ്റ് വൈറ്റോടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ലൈറ്റ് ഒരു ബ്ലൂ കളർ ടോൺ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് യെല്ലോ ഷെയ്ഡാണ്. അത്രയും ഷെയ്ഡ്സിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ടോപ്പ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. നമ്മൾ നോർമലി കാണുന്ന എംബ്രോയ്ഡറിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ചെറിയ എംബ്രോയ്ഡറി പാറ്റേൺ, അത് ലാവൻഡറും യെല്ലോയും പീച്ചും കൂടിയാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. അതിൻ്റെ ബീനക്കുമാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സൈഡിൽ നമുക്ക് ഈ ഒരു സെയിം ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ബോർഡർ പാറ്റേൺ കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് നമുക്ക് ടോപ്പിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടുമുള്ള ഫാബ്രിക്കാണ്. ദുപ്പട്ട നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ്. ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തത്. ലൈറ്റ് യെല്ലോ കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ഓഫ് വൈറ്റ് കളർ ടോണിലേക്കാണ് ഇത് നമുക്ക് വരുന്നത്.